بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ ബഹുമാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീകളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നെല്ലാം എല്ലാ അമലുകളും ഖബൂലാക്കുമാറാവട്ടെ. ആമീൻ. ഉസൂലു ദഅവത്തി സലഫിയ്യ, സലഫി ദഅവത്തിൻ്റെ അടിസ്ഥാനങ്ങൾ എന്ന ഷെയ്ഖ് അബ്ദുസ്സലാം മുർജസ് റഹിമഹുള്ളയുടെ ഗ്രന്ഥം അടിസ്ഥാനമാക്കിയുള്ള തുടർ പഠന ക്ലാസ്സിലാണ് നാം ഉള്ളത്. ശരിയായ സലഫി ദഅവ അല്ലാത്തതിൽ നിന്ന് വേർതിരിക്കുന്ന 10 അടിസ്ഥാനങ്ങളാണ് അദ്ദേഹം ഇതിൽ പഠിപ്പിക്കുന്നത്. അതിൽ 3 കാര്യം കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 4ാമത്തെ അസ്ലാണ്. അൽ അസ്ലു റാബിഅ, 4ാമത്തെ അടിസ്ഥാനം. അൽ ഇഹ്തിമാമു ബി അഖീദത്തി സലഫി ഇൽമൻ വഅമലൻ വതഅലീമൻ. സലഫ് സ്വാലിഹീങ്ങളുടെ അഖീദ, വിശ്വാസം, അത് പഠിക്കാനും പഠിപ്പിക്കാനും അമൽ ചെയ്യാനും പ്രത്യേകമായി ശ്രദ്ധിക്കുക എന്നതാണ് സലഫി ദഅവത്തിൻ്റെ മറ്റൊരു അടിസ്ഥാനം. മറ്റിതര സംഘങ്ങളെല്ലാം മറ്റു പല തലങ്ങളെയും പ്രത്യേകമായി എടുത്തുകൊണ്ടാണ് ദഅവത്ത് നടത്തുക എങ്കിൽ സലഫികൾ അഖീദയുടെ കാര്യമാണ് ഏറ്റവും പ്രധാനമായി ഊന്നൽ നൽകുക. തൗഹീദിൻ്റെ വിഷയം, വിശ്വാസകാര്യങ്ങൾ, അതിനാണ് പ്രാധാന്യം നൽകുക. സലഫ് സ്വാലിഹികൾ ഏത് വിശ്വാസമാണോ, ഏത് അഖീദയാണോ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത്, ആ അഖീദ പഠിക്കാനും പഠിപ്പിക്കാനും അത് പ്രാവർത്തികമാക്കാനും പ്രത്യേകമായ ശ്രദ്ധ നൽകുന്നു എന്നാണ്. ശേഷം അദ്ദേഹം പറയുന്നു, ഇന്ന മിമ്മായി ഉസിഫു ലഹു അന്നഹു അന്നനാ അസ്ബഹനാ നസ്മഉ ഫീ ഹാദിഹിൽ ആയത്തിൽ അഖീറ കലാമൻ യുനാബിദുൽ അഖീദത വയുബ്ഇദുഹ അൻ സഹാത്തി അൽ ഇഹ്തിമാം. ഇന്ന് ഏറെ വിഷമമുള്ള കാര്യമാണ്, ഈ കാലഘട്ടത്തിൽ പലരും അഖീദയെ പ്രാധാന്യം കൽപ്പിക്കാതെ അതിനെ അകറ്റുവാൻ, അതത്ര വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു സൈഡാക്കുവാൻ ശ്രമിക്കുന്ന സംഘങ്ങളും വ്യക്തികളുമൊക്കെ ധാരാളമുണ്ട്. മാത്രമല്ല ഫമിനൽ ജമാഅത്തി മൻ യഅ്തബിറു മസായിൽ അഖീദത്തി മസായില ജുസ്ഇയ്യാത്തിൻ ലാ യുഅ്തനാ ബിഹാ. ചില ഇസ്ലാമിക സംഘങ്ങൾ പോലും അഖീദയുടെ കാര്യം അത് ശാഖാപരമായ കാര്യമാണ് എന്ന് പറഞ്ഞ് അതത്ര വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്ന് പറയുകയും അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തിനെ പോലും കൊച്ചാക്കുന്ന, അങ്ങനെയൊക്കെ റബ്ബിന് ചില സിഫത്ത് പറയുമ്പോൾ അത് ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, നമുക്കെന്താണ്, നമ്മളെന്തിനാണ് പതിവൊക്കെ തർക്കിക്കുന്നത് എന്ന് പറഞ്ഞ് അഖീദയെ നിസ്സാരവൽക്കരിക്കുന്ന സംഘങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു ആമുഖം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയം ആരംഭിക്കുന്നത്. ശേഷം അദ്ദേഹം പറയുന്നത്, മൊത്തം സൃഷ്ടികളെ അല്ലാഹു തആല സൃഷ്ടിച്ചത് തന്നെ അഖീദയുടെ വിഷയത്തിലാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചത് എന്നെ ഇബാദത്ത് ചെയ്യാൻ മാത്രമാണ് എന്ന സൂറത്തുൽ ദാരിയാത്തിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നു. അപ്പൊ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം തന്നെ റബ്ബിനെ അറിയുക, അവനെ ആരാധിക്കുക എന്നതാണ് മനുഷ്യകുലം ഉണ്ടായതിൻ്റെ, ജിന്നുകൾ ഉണ്ടായതിൻ്റെ എല്ലാം അടിസ്ഥാന
കാരണം തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലം യുർസിലിർ റുസുല വലം യുൻസിലിൽ കുതുബ ഇല്ലാ ലിഅജ്ലി തൗഹീദ് എന്നാണ്. അല്ലാഹു തആല പ്രവാചകന്മാരെ മുഴുവൻ പറഞ്ഞയച്ചത് തൗഹീദ് പഠിപ്പിക്കാനാണ്. ആകാശലോകത്ത് നിന്ന് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത് തൗഹീദ് ഇവിടെ സാക്ഷാത്കരിക്കുവാനാണ്, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനുമാണ്. അല്ലാഹു പറഞ്ഞു, യുനസ്സിലുൽ മലായികത ബിർറൂഹി ബിഅംരിഹി മിൻ അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദി അൻ അൻദിറു അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫത്തഖൂൻ. അല്ലാഹു തആല റബ്ബിന്റെ കൽപ്പന പ്രകാരം മലക്കുകളെ അവൻ തൻ്റെ അടിമകൾക്ക് സന്ദേശവാഹകരായി അയക്കുന്നു. ആ അടിമയോട് നൽകുന്ന കൽപ്പന, നിങ്ങൾ ജനങ്ങൾക്ക് താക്കീത് നൽകണം, അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഇലാഹില്ല എന്ന താക്കീത് നിങ്ങൾ നൽകണം എന്ന് പറയാനായി അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന പ്രവാചകന്മാരിലേക്ക് അല്ലാഹു മലക്കുകളെ നിയോഗിക്കുന്നു എന്നാണ്. അപ്പൊ മലക്കുകൾ വന്നത്, റസൂലുമാരെ നിശ്ചയിച്ചത്, ആ റസൂലുമാർക്ക് വഹീ നൽകിയത് എല്ലാം അടിസ്ഥാന കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പഠിപ്പിക്കാനാണ്. ഏത് റസൂലുമാര് വന്നാലും ഇതാണ് അടിസ്ഥാനമായി പഠിപ്പിച്ചത്. സൂറത്തു അംബിയായിൽ അല്ലാഹു തആല പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. താങ്കൾക്ക് മുമ്പ് നാം അയച്ച ഏത് റസൂലുണ്ടെങ്കിലും ആ റസൂലുമാർക്കെല്ലാം നാം നൽകിയ വഹ്യ് ഞാനല്ലാതെ ഇലാഹില്ല, അതിനാൽ എന്നെ മാത്രം ആരാധിക്കണേ എന്ന വഹ്യാണ് റസൂലുമാർക്കെല്ലാം നൽകിയ പ്രധാനപ്പെട്ട വഹ്യ്. മറ്റൊരു ആയത്ത് അല്ലാഹു പറഞ്ഞു, ലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. സൂറത്തുൻ നഹ്ലിലെ 36-ാമത്തെ വചനമാണ്. എല്ലാ സമൂഹത്തിലേക്ക് നാം റസൂലുമാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ റസൂലുമാർ പറഞ്ഞ മുഖ്യമായ കാര്യം അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്, റബ്ബിനെ മാത്രം ആരാധിക്കുക, അവന് പുറമെ ആരാധിക്കപ്പെടുന്നവയെല്ലാം നിങ്ങൾ വർജിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഉമ്മത്തിലേക്കും റസൂലുമാർ വന്നിട്ടുണ്ട്. അപ്പൊ അല്ലാഹു തആല റസൂലുമാർ നിയോഗിച്ചത് തൗഹീദിന് വേണ്ടിയാണ്. ആകാശലോകത്ത് നിന്ന് കിതാബ് ഇറക്കിയത് തൗഹീദിന് വേണ്ടിയാണ്. മാത്രവുമല്ല, വഅവ്വലു അംരിൻ ഫിൽ ഖുർആനിൽ കരീം ഖൗലുല്ലാഹി അസ്സ വജല്ല, വിശുദ്ധ ഖുർആനിൽ ഒന്നാമത്തെ കൽപ്പന തൗഹീദിന്റെ കൽപ്പനയാണ്. ഫാത്തിഹ മുതൽ നമ്മൾ ഓതാൻ തുടങ്ങിയാൽ ഖുർആനിൽ ആദ്യമായി മനുഷ്യരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു കൽപ്പന പ്രഖ്യാപിച്ചത് തൗഹീദിന്റെ കാര്യമാണ്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും വല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ വചനമാണ്. ഇതാണ് ഖുർആനിലെ ആദ്യത്തെ കൽപ്പന. ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച അള്ളാഹുവിനെ ആരാധിക്കുവീൻ. അതാണ് ഖുർആനിലെ ഒന്നാമത്തെ കൽപ്പന. അവ്വലു മാ തസ്തഫ്തിഹു ബിഹി റുസുലു ദഅവത അഖ്വാമിഹിം ഖൗലുഹും. പ്രവാചകന്മാരെല്ലാം തങ്ങളുടെ സമുദായത്തെ ആദ്യമായി പ്രബോധനം ചെയ്തത്, ദഅവത്ത് ആരംഭിച്ചത് തൗഹീദിന്റെ കാര്യമാണ്. യാ ഖൗമി ഇഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. സൂറത്ത് ഹൂദിൽ, അറാഫിൽ എല്ലാം അല്ലാഹു തആല ആവർത്തിച്ചു പറഞ്ഞ ആശയമാണ്, എൻ്റെ സമൂഹമേ, നിങ്ങൾ റബ്ബിനെ ആരാധിക്കുവീൻ, അവനല്ലാതെ ആരാധ്യൻ നിങ്ങൾക്കില്ല. അപ്പൊ എല്ലാ റസൂലുമാരും ഒന്നാമതായി പ്രബോധനം ചെയ്തത് ഈ ഒരു ആശയമാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷം അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി. അതിൽ 13 കൊല്ലം മക്കയിൽ തൗഹീദ് പഠിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം നബിതങ്ങളവിടെ ജീവിച്ചത്. റബ്ബിലേക്ക് ക്ഷണിക്കുകയും തൗഹീദിലേക്ക് ക്ഷണിക്കുകയും ശിർക്കിനോട് പോരാടുകയും ആ ശിർക്കിനെ കുറിച്ച് താക്കീത് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 13 കൊല്ലം മക്കയിൽ ജീവിച്ചത്. ബാക്കിയുള്ള കാലം മുഴുവനും ആ തൗഹീദിന്റെ വിശദാംശങ്ങൾ പഠിപ്പിക്കുകയും തൗഹീദുമായി ബന്ധപ്പെട്ട മറ്റു നിയമങ്ങളെ, നിർദ്ദേശങ്ങളെ അറിയിക്കുകയും അത് സ്ഥിരപ്പെടുത്തുകയും ചെയ്യാനുള്ള പരിശ്രമവുമാണ് നബിതങ്ങൾ നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ കുല്ലു ഹാദാ യദുല്ലു ദലാലതൻ വാദിഹതൻ അലൽ ഇഹ്തിമാമി ബിഉമൂരിൽ അഖീദ തഅല്ലുമൻ വതഅലീമൻ വഅമലൻ വദഅവ. ഇതെല്ലാം അറിയിക്കുന്നത് തൗഹീദിന്, അഖീദക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ട്. പഠിക്കലും പഠിപ്പിക്കലും പ്രബോധനം ചെയ്യലും പ്രാവർത്തികമാക്കലുമൊക്കെ ഒന്നാമത്തെ പരിഗണന തൗഹീദിനായിരിക്കണം എന്നാണ് ഇതെല്ലാം അറിയിക്കുന്നത്. മാത്രവുമല്ല, തൗഹീദ് വിശ്വാസം ശരിയായി കഴിഞ്ഞാൽ അതിൻ്റെ ആൾ സ്വർഗാവകാശിയായി മാറുന്നു. വിശ്വാസം ക്ലിയർ ആണെങ്കിൽ ആ വിശ്വാസി അവൻ സ്വർഗാവകാശിയാണ്. വൻപാപങ്ങൾ ചെയ്താൽ പോലും ഒരുപക്ഷെ അല്ലാഹു തആല പുറത്തു കൊടുക്കും. ഇല്ലെങ്കിൽ
അതിൻ്റെ ശിക്ഷാ കാലാവധി കഴിഞ്ഞെങ്കിലും അയാൾക്ക് സ്വർഗത്തിന് അവകാശമുണ്ട് എന്നാണ്. മാത്രവുമല്ല, ശരിയായ വിശ്വാസം സ്വീകരിച്ച ഒരാൾ അയാൾക്ക് എല്ലാ അമലുകളും പിന്നെ അയാൾക്ക് എളുപ്പമായി മാറും. തൗഹീദ് ശരിയാണെങ്കിൽ, റബ്ബിലുള്ള വിശ്വാസം ശരിയാണ് എങ്കിൽ ആ റബ്ബ് പഠിപ്പിച്ച ഏത് കാര്യവും പ്രാവർത്തികമാക്കാൻ അയാൾക്ക് പിന്നെ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. വളരെ ആശ്വാസത്തിൽ, വളരെ അനായാസേന അയാൾക്ക് എല്ലാ നന്മകളും ചെയ്യാൻ തീർച്ചയായും സാധിക്കും. ഇനി മാത്രവുമല്ല, തൗഹീദ് ഉണ്ടായാൽ ധാരാളം ഫദ്ല് അതിൻ്റെ ഭാഗമായി ലഭിക്കാനുണ്ട്. ശൈഖ് റഹിമഹുല്ലാഹ് എണ്ണിപ്പറയുന്നു: ഒന്ന്, അന്നഹു യംനഉൽ ഖുലൂദ ഫിന്നാർ. ഖൽബിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ അവൻ നരകത്തിൽ ശാശ്വതനാവുകയില്ല. അപ്പോൾ തൗഹീദിന്റെ അഖീദയുടെ പ്രാധാന്യമാണ്. അതേപോലെ ഖൽബിൽ അഖീദ പരിപൂർണമായി കഴിഞ്ഞാൽ യംനഉ ദുഖൂലൻ നാരി ബിൽ കുല്ലിയ, പൂർണ്ണമായും നരകത്തിൽ പ്രവേശിക്കുക എന്നതിന് തടസ്സമായി ആ അഖീദ നിലകൊള്ളും. അഖീദ ശരിയാണെങ്കിൽ, തൗഹീദ് പരിപൂർണമാണെങ്കിൽ അയാൾ നരകത്തിൽ അങ്ങനെ പ്രവേശിക്കുന്ന പ്രശ്നമില്ല. മൂന്നാമതായി, പരിപൂർണമായ ഹിദായത്തും പരിപൂർണമായ നിർഭയത്വവും ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കൽ തൗഹീദ് കൊണ്ടാണ്. അവന് നിർഭയത്വം ഉണ്ടാകും. റബ്ബിനെ മാത്രം ഭയപ്പെടുക, മറ്റൊരാളെയും പേടിക്കാതിരിക്കുക എന്ന നിലക്കുള്ള നിർഭയത്വം അവൻ ലഭിക്കാൻ തൗഹീദ് ഉണ്ടാകണം. ومنها أن أسعد الناس بشفاعة محمد صلى الله عليه وسلم من قال لا إله إلا الله خالصا من قلبه. നാളെ പരലോകത്ത് നബിതങ്ങളെ ശുപാർശ ലഭിക്കാൻ സൗഭാഗ്യമുണ്ടാവുക ആത്മാർത്ഥമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചവനാണ്, അഥവാ കലർപ്പില്ലാതെ കളങ്കമില്ലാതെ തൗഹീദ് സ്വീകരിച്ചവർക്കാണ് നാളെ പരലോകത്ത് ശഫാഅത്ത് ലഭിക്കുക. മറ്റൊന്ന്, അന്നൽ അഅ്മാല വൽ അഖ്വാല അൽ-ളാഹിറത വൽ ബാത്തിന മുതവഖിഫത്തുൻ ഫീ ഖബൂലിഹാ വകമാലിഹാ വഫീ കസീർ സവാബി അലൈഹാ അല തൗഹീദ്. ഒരു മനുഷ്യൻ ചെയ്ത ഏത് അമലും, അത് പ്രത്യക്ഷമാകട്ടെ പരോക്ഷമാവട്ടെ, വാക്കുകളാവട്ടെ പ്രവൃത്തികളാവട്ടെ, അതെല്ലാം സ്വീകരിക്കപ്പെടണമെങ്കിൽ തൗഹീദ് ശരിയാകണം. തൗഹീദ് ശരിയല്ലെങ്കിൽ ഒരാളുടെ ഒരു അമലും സ്വീകാര്യമല്ല. അവൻ്റെ ദിക്റുകൾ, ദുആകൾ, തസ്ബീഹുകൾ, സ്വലാത്തുകൾ തുടങ്ങിയ ഖൗല്, അതിൻ്റെ വാക്കുകൾ, അവൻ്റെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് അടക്കമുള്ള അമലുകൾ, ഫിഅലുകൾ, ഇതൊക്കെ സ്വീകരിക്കപ്പെടണമെങ്കിൽ തൗഹീദ് ശരിയാകണം. മറ്റൊന്ന്, അന്നഹു യുഹജ്ജിറു അബ്ദ മിൻ ദിഖിൽ മഖ്ലൂഖീന വത്തഅല്ലുഖി ബിഹിം വഖൗഫിഹിം വറജാഇഹിം. സൃഷ്ടികളെ പേടിക്കുക, സൃഷ്ടികളെ പ്രതീക്ഷിക്കുക, സൃഷ്ടികളിലേക്ക് അഭയം തേടുക, സൃഷ്ടികളെല്ലാം സമർപ്പിക്കുക എന്നതിൽ നിന്ന് ഒരു മനുഷ്യനെ മോചിപ്പിക്കുന്നത് തൗഹീദാണ്. സൃഷ്ടികളിൽ നിന്ന് അവനെ മോചിപ്പിച്ച് സട്ടാവിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്നു എന്നത് തൗഹീദ് കൊണ്ട് മാത്രം ലഭിക്കുന്ന കാര്യമാണ്. വഹാദാ ഹുവൽ ഇസ്സുൽ ഹഖീഖിയ്യു. ഇതാണ് ശരിയായ ഇസ്സത്ത്. ഒരു സൃഷ്ടിക്കും കീഴ്പ്പെടാതിരിക്കുക, ഒരു സൃഷ്ടിയെയും ഭയപ്പെടാതിരിക്കുക, ഒരു സൃഷ്ടിയുടെ മുമ്പിലും എല്ലാം സമർപ്പിക്കാതിരിക്കുക, അതാണ് ശരിയായ സ്വാതന്ത്ര്യം, ശരിയായ ഇസ്സത്ത്, പ്രതാപം. അതാണ്. ആ പ്രതാപം ലഭിക്കണമെങ്കിൽ തൗഹീദ് ഉണ്ടാകണം എന്നർത്ഥം. അതിനാൽ ദാഇമാർക്ക് നിർബന്ധമായ കാര്യമാണ് തൗഹീദിന്റെ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. ശൈഖ് പറയും, ഇന്ന് പല ആളുകളും ചോദിക്കും, മുസ്ലിമീങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, മുസ്ലിമീങ്ങൾ 4 ഭാഗത്തും വേട്ടയാടപ്പെടുന്നു, അവർ കൊല്ലപ്പെടുന്നു, അതേപോലെ ഒരുപാട് പീഡനങ്ങൾ മുസ്ലിമീങ്ങൾ ഏറ്റുവാങ്ങുന്നു. ഇതൊക്കെ നടക്കുമ്പോഴും നിങ്ങളിങ്ങനെ തൗഹീദും പറഞ്ഞ്, കുബ്ബ പൊളിക്കാൻ പറഞ്ഞ്, ജാരങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ് നടക്കുകയാണോ വേണ്ടത്? കുബ്ബകളുടെ കാര്യവും ജാറങ്ങളുടെ കാര്യവും പറഞ്ഞിട്ടാണോ നടക്കേണ്ടത്? ഈ വക പ്രയാസങ്ങളെല്ലാം മുസ്ലിമീങ്ങൾ അനുഭവിക്കുമ്പോഴും ഇതൊക്കെ പറഞ്ഞ് നടക്കുകയാണോ എന്ന് പല ആളും ഇപ്പോൾ ചോദിക്കാറുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. യഥാർത്ഥത്തിൽ ഇത്തരം ചോദ്യങ്ങളുമായി വരുന്ന ആളുകൾ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു വാക്ക് മറക്കുകയോ സ്വയം മറക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നവരാണ് എന്നാണ്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, റബ്ബി വജ്നുബ്നി വബനിയ്യ അൻ നഅ്ബുദൽ അസ്നാം. റബ്ബേ, ഞാനും എൻ്റെ മക്കളും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ ഞങ്ങൾ അകറ്റണമേ റബ്ബേ, കാവൽ നൽകണേ റബ്ബേ എന്ന് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഓർമ്മയുള്ള ഒരാൾ പിന്നെ അത് ചോദിക്കുകയില്ല എന്നാണ്. ഒരു ഉമ്മത്തായി അള്ളാഹു പരിചയപ്പെടുത്തിയാണ് ഇബ്രാഹിം നബിയെ. ഇബ്രാഹിം അല്ലദീ വഫ, എല്ലാ കടമകളും പൂർത്തിയാക്കിയ ഇബ്രാഹിം എന്നാണ് അള്ളാഹു തആല പരിചയപ്പെടുത്തിയത്. മുഹമ്മദ് നബിയോട് പോലും ആവശ്യപ്പെട്ടത് ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിൻപറ്റണം എന്നാണ്. സ്വന്തം കൈകൊണ്ട്
വിഗ്രഹങ്ങൾക്കെതിരെ പരിശ്രമിച്ചവരാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം മകനെ റബ്ബിന് വേണ്ടി ബലിയർപ്പിക്കാൻ തയ്യാറായവനാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശിർക്കിനെതിരെ അതിശക്തമായി പോരാടിയവരാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, റബ്ബേ ഞാനും എൻ്റെ മക്കളും വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് നീ അകറ്റണമേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചുവെങ്കിൽ തൗഹീദിന്റെ പ്രാധാന്യമാണ് അതറിയിക്കുന്നത്. ഇബ്രാഹിം തൈമി റഹിമഹുല്ലാഹി ഒരു വചനം ശൈഖ് ശേഷം എടുത്തു കൊടുക്കുന്നു, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബിക്ക് ഈ ശിർക്കിന്റെ കാര്യത്തിൽ ഭയമുണ്ടെങ്കിൽ പിന്നെ മറ്റാരാണ് പേടിക്കാതിരിക്കുക, ആർക്കാണ് ഭയം ആവശ്യമില്ലാതിരിക്കുക എന്ന് ഇബ്രാഹിം തൈമി റഹിമഹുല്ലാ അന്ന് പറഞ്ഞത് ഇമാം തൊബരി തഫ്സീർ രേഖപ്പെടുത്തിയത് അദ്ദേഹം എടുത്തു കൊടുക്കുന്നുണ്ട്. മാത്രവുമല്ല ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറയുന്നു, മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് ചോദിച്ചുവല്ലോ, റബ്ബേ എനിക്കൊരു വചനം വേണം നിന്നെ ഓർക്കാൻ, നിന്നോട് പ്രാർത്ഥിക്കാൻ എനിക്കൊരു വചനം വേണം എന്ന് പറയുമ്പോൾ അള്ളാഹു കൊടുത്ത മറുപടി, യാ മൂസ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലയോ മൂസ താങ്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം എന്നാണ് അള്ളാഹു തആല നൽകുന്ന മറുപടി. ഇത് വെച്ചുകൊണ്ട് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറയുന്നു, ഫീഹി അന്നൽ അംബിയാ യഹ്താജൂന ലിത്തംബീഹി അലാ ഫദ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ഫദ്ല് ഉണർത്തിക്കൊടുക്കുക എന്നത് അമ്പിയാക്കൾക്ക് പോലും ആവശ്യം വരും എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാനാണ്. കാരണം മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് അപ്പൊ എനിക്കൊരു വചനം വേണമെന്ന്. അപ്പൊ അള്ളാഹ് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. അപ്പൊ മൂസാ അലൈഹി സ്വലാം പറഞ്ഞു, അത് എല്ലാവരും പറയുന്നതല്ലേ, എനിക്ക് സ്വന്തമായിട്ടൊരു വചനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അള്ളാഹ് പറഞ്ഞു, യാ മൂസാ ലൗ അന്ന സമാവാതി സബഅ വൽ അർളീന സബഅ, 7 ആകാശങ്ങളും 7 ഭൂമികളും അതിലുള്ള മുഴുവൻ വസ്തുക്കളും ഒരു തുലാസിന്റെ തട്ടിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റേ തട്ടിൽ വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കാണ് ഭാരം അധികം ഉണ്ടാവുക എന്ന് അല്ലാഹു തആല മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ന് പഠിപ്പിച്ചു കൊടുത്തുവെന്ന് ഹദീസ് അമ്പിയാക്കൾക്ക് പോലും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വത്തെ ഓർമ്മപ്പെടുത്തേണ്ട ചില ഘട്ടങ്ങൾ വന്നു എന്ന് അറിയിക്കുന്നുവെന്ന് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് തൗഹീദിന്റെ കാര്യം തന്നെയാണ്. ബാക്കിയെല്ലാം തകരാറുകൾ വന്നാലും തൗഹീദിൽ തകരാറ് വരാൻ പാടില്ല. തൗഹീദ് ശരിയാണെങ്കിൽ ഒരാൾ സ്വർഗാവകാശിയായി മാറുന്നു, നരകത്തിൽ രക്ഷപ്പെടുന്നു. അതുകൊണ്ട് സലഫി ദഅവത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അവർ തൗഹീദ് പഠിപ്പിക്കാൻ, വിശ്വാസം പഠിപ്പിക്കാൻ, അഖീദ പഠിപ്പിക്കാൻ, അത് പഠിക്കാൻ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നതാണ് സലഫി ദഅവത്തിന്റെ ഒരു അസുലായി ഷെയ്ഖ് റഹിമഹുല്ലാ എടുത്തു പറയുന്നത്. അഞ്ചാമത്തെ അസുൽ അൽ അസ്ലുൽ ഖാമിസ്, അഞ്ചാമത്തെ അസുൽ അൽ ഇഹ്തിമാമു ബിസ്സുന്നത്തി നബവിയ്യ വൽ ഹിർസു അലൽ അമലി ബിഹാ വദ്ദഅവതി ഇലാ ദാലിക. പ്രവാചക സുന്നത്ത് നബിചര്യയെ അങ്ങേയറ്റം അവർ ശ്രദ്ധ കൊടുക്കുന്നു എന്നാണ്. നബിയുടെ സുന്നത്തിന് വലിയ പ്രാമുഖ്യം കൽപ്പിക്കുന്നു. അത് അമൽ ചെയ്യാനും അതിലേക്ക് ആളെ ക്ഷണിക്കാനും അവർ വലിയ താല്പര്യം കാണിക്കുന്നു എന്നത് സലഫി ദഅവത്തിന്റെ സവിശേഷതയാണ്. മറ്റു പല സംഘങ്ങളും നബിയുടെ സുന്നത്തിന് അത്ര വലിയ മുന്തിയ പ്രാധാന്യം നൽകണമെന്നില്ല. എന്നാൽ സലഫികൾ അതല്ല, തൗഹീദ് ശ്രദ്ധിക്കുന്നു, അതോടൊപ്പം തന്നെ നബിചര്യയ്ക്ക് മുന്തിയ പ്രാധാന്യം കൊടുക്കുകയും അത് അമൽ ചെയ്യാൻ, പ്രാവർത്തികമാക്കാൻ, അതിലേക്ക് ആളെ ക്ഷണിക്കാനെല്ലാം പ്രത്യേകമായ ശ്രദ്ധ നൽകുകയും ചെയ്യുന്നു. കാരണം നബിയെ മാതൃകയാക്കുന്നതാണല്ലോ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് മുസ്ലിം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നബിതങ്ങളുടെ ചര്യകളെ മാതൃകയാക്കുക, അത് ജീവിതത്തിൽ പാലിക്കുക, കഴിവിന്റെ പരമാവധി അതുപ്രകാരം ജീവിതത്തിൽ ക്രമീകരിക്കുക. ശരിയായ ഹിദായത്ത് ലഭിക്കാൻ അത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അതാണ് വേണ്ടത്. അല്ലാഹ് പറഞ്ഞു, വഇൻ തുതിഉഹു തഹ്തദു, നിങ്ങൾ നബിയെ അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഹിദായത്തിലാകാം. വഇൻ തുതിഉഹു തഹ്തദു, നിങ്ങൾ നബിയെ അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഹിദായത്തിലാകാം. മറ്റായത്തിൽ പറഞ്ഞു, വത്തബിഊഹു ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ നബിയെ പിൻപറ്റുക, ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ ഹിദായത്തിലാകാൻ വേണ്ടി. മറ്റായത്തിൽ പറഞ്ഞു, ഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ, നിങ്ങൾക്ക് നബിയിൽ ഉത്തമമായ മാതൃകയുണ്ട്. വഹാദിൽ ആയ അസ്ലുൻ കബീറുൻ ഫി തഅസ്സി ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅഖ്വാലിഹി വഅഫ്ആലിഹി വജമീഇ അഹ്വാലിഹി വഹറകാതിഹി വസകനാതിഹി. ഈ ആയത്ത് ഒരു അടിസ്ഥാനമാണ്. എല്ലാ മേഖലയിലും നബിയെ പിൻപറ്റുക, വാക്കുകളിൽ, പ്രവർത്തികളിൽ, എല്ലാ അവസ്ഥയിലും, അവന്റെ ചലനങ്ങളിലും നിശ്ചലാവസ്ഥയിൽ പോലും നബിതങ്ങൾ എന്താണോ എങ്ങനെയാണോ പഠിപ്പിച്ചത് അതുപോലെ ചെയ്യുക എന്നത്
നബിയെ മാതൃകയാക്കുക എന്നത് ഒരു വലിയ അസുലായി ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു മാതൃക ജീവിതത്തിൽ പാലിക്കാൻ കഴിയുക അല്ലാഹുവിനെ പ്രതീക്ഷിക്കുന്ന, പരലോകം പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് മാത്രമാണ്. ഈമാനുള്ള, റബ്ബിനെ പേടിക്കുന്ന, അവന്റെ പ്രതിഫലം കാക്ഷിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ നിലയ്ക്ക് നബിയെ പിൻപറ്റാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. വശറഫുൽ മുഅ്മിനി വമൻസിലതുഹു ഇന്നമാ തുഖാസു ബിത്തിബാഇഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യവിശ്വാസിയുടെ സ്ഥാനവും മഹത്വവും ഒക്കെ കണക്കാക്കപ്പെടുന്നത് ഇത്തിബാഇന്റെ തോതനുസരിച്ചാണ്. നബിയെ എത്ര കണ്ട് അവൻ സ്നേഹിക്കുന്നുവോ, എത്ര കണ്ട് പിൻപറ്റുന്നുവോ, അത്ര കണ്ട് അവന്റെ ഈമാൻ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുക. ഫകുല്ലമാ കാന തഹജീഹി ലിസുന്നതി അക്സർ കാന ദറജാത്തുൽ ഉലാ അഹഖു വഔലാ. സുന്നത്തിനെ എത്ര കണ്ട് അവൻ ശ്രദ്ധിക്കുന്നുവോ അത്ര കണ്ട് ഉന്നതമായ സ്ഥാനം നേടാനുള്ള അർഹത അവനുണ്ടാകുമെന്നാണ്. അതുകൊണ്ടാണ് വനിതാക്കാന സലഫു സാബിഖൂന മിനത്താബിഈന റഹ്മത്തുള്ളാഹി തആല അലൈഹിം യജ്അലൂന അൽ-മിഅ്യാർ അല്ലദീ യൂഖദു ബിഹി അൽ-റജുൽ ഇൽമ ഹുവ തമസ്സുകുഹു ബിസ്സുന്ന. മുൻഗാമികൾ, സലഫു സ്വാലിഹികൾ, താബിഈകളും അതേപോലെ ശേഷക്കാരുമായ സലഫുകൾ അവരൊക്കെ ഒരാളെ അളവ് കണക്കാക്കാനുള്ളത് അയാൾ നബി ചര്യയെ, സുന്നത്തിനെ എത്ര കണ്ട് അയാൾ ജീവിതത്തിൽ പാലിക്കുന്നുണ്ട് എന്ന് നോക്കിയിട്ടായിരുന്നുവെന്നാണ്. ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാഹ് പറയുന്നു, കാനു ഇദാ അതവു الرجل ليأخذوا عنه العلم نظروا إلى صلاته وإلى سنته وإلى هيئته ثم يأخذون عنه എന്നാണ്. അവർ ഒരാളിൽ നിന്ന് ഒരു അറിവ് അന്വേഷിച്ച് ചെന്നാൽ പോലും അവർ നോക്കാറുള്ളത് അയാളുടെ നിസ്കാരം എങ്ങനെയുണ്ട്, അയാൾ നബിയുടെ സുന്നത്തിനെ എത്ര കണ്ട് പിൻപറ്റുന്നുണ്ട്, അയാളുടെ രൂപം എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ടാണ് അയാൾ ആ അറിവ് ഒരു പഠിക്കാറുണ്ടായിരുന്നത് എന്ന് ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാഹ് പറയുന്ന ഇമാം ദാരിമി സുനൻ ദാരിമി റിപ്പോർട്ട് ചെയ്യുന്നു. അതേപോലെ മുൻഗാമികൾ പറഞ്ഞു, ഇന്ന മിൻ അലാമാത്തിൽ മുഹിബ്ബി ലില്ലാഹി അസ്സ വജല്ല മുതാബഅത്ത് ഹബീബില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാനുള്ള അടയാളമാണ് അല്ലാഹുവിന്റെ ഹബീബിനെ അയാൾ പിൻപറ്റുന്നുണ്ടോ എന്ന് പരിഗണിക്കൽ. ഫി അഖ്ലാഖിഹി വഅഫ്ആലിഹി വഅവാമിരിഹി വസുന്നത്തിഹി. അവന്റെ സ്വഭാവങ്ങളിൽ, അവന്റെ പ്രവൃത്തികളിൽ, അവൻ നബിയുടെ കൽപ്പനകളിൽ, നബിയുടെ സുന്നത്തുകളിൽ എല്ലാം അവൻ നബിയെ പിൻപറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ അവൻ അല്ലാഹുവിന് ഇഷ്ടമുണ്ടോ എന്നറിയാം. കാരണം എന്താ? അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബുനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക, എങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും. അപ്പൊ അല്ലാഹുവിനെ പിൻപറ്റുന്നുണ്ട് എങ്കിൽ അതിന് അടയാളമാണ്, അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അതിന് അടയാളമാണ് അവൻ നബിയെ പിൻപറ്റുന്നുവെന്നത്. നബിയെ പിൻപറ്റാതെ അല്ലാഹുവിനെ സ്നേഹിക്കാൻ സാധ്യമല്ല. അപ്പൊ ഒരാൾക്ക് അല്ലാഹുവിനെ എത്ര കണ്ട് സ്നേഹമുണ്ട് അതറിയാനുള്ള അടയാളം അവൻ എത്ര കണ്ട് നബിയെ പിൻപറ്റുന്നുണ്ട് എന്ന് നോക്കലാണ്. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നു, ജഅലല്ലാഹു അലാമത ഹുബ്ബിഹി ഇയ്യാഹും ഇത്തിബാഅ സുന്നത റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ച റബ്ബിനോടുള്ള സ്നേഹത്തിന്റെ അടയാളമായി അല്ലാഹ് വെച്ചതാണ് നബിയെ പിൻപറ്റുക, നബിയുടെ സുന്നത്തിനെ പിൻപറ്റുക എന്നത്. മാത്രവുമല്ല വിശുദ്ധ ഖുർആനിലും പ്രവാചക വചനങ്ങളിലും സ്വഹാബത്തിന്റെ വാക്കുകളിലും താബിഈങ്ങളുടെ വാക്കുകളിലും ധാരാളമായി വന്നിട്ടുണ്ട് അലാ തർഗീബിൽ അമലി ബിസ്സുന്ന. സുന്നത്ത് പ്രകാരം അമൽ ചെയ്യണം, സുന്നത്ത് പ്രകാരം ജീവിതത്തിൽ പാലിക്കണം എന്നറിയിക്കുന്ന എത്രയോ വചനങ്ങൾ കാണാൻ കഴിയും. ഒരു ഹദീസിൽ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്തൊരു ഉപദേശം തന്നു. ആ ഉപദേശം കേട്ടപ്പോൾ ദറഫത് മിൻഹൽ ഉയൂൻ വവജത് മിൻഹൽ ഖുലൂബ്. അന്നത്തെ നബിയുടെ ആ ഒരു സംസാരം, അന്നത്തെ നബിയുടെ ക്ലാസ് അത് കേട്ടപ്പോൾ ഞങ്ങളൊക്കെ കണ്ണുകൾ നിറഞ്ഞു പോയി, ഞങ്ങളെ കൽബുകൾ പേടിച്ചു പോയി. ആ നിലയ്ക്ക് നബി വല്ലാത്തൊരു ഉപദേശം ഞങ്ങൾക്ക് ഒരു ദിവസം തന്നു. അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നബിയെ ഇത് വല്ലാത്തൊരു ഉപദേശമാണല്ലോ. ഇന്ന ഹാദിഹി മൗഇദു മുവദ്ദിഇൻ ഫഔസിന. ഒരു യാത്ര പറഞ്ഞ് പോകുന്ന ഒരാൾ ഉപദേശിക്കും പോലെ ഉണ്ടല്ലോ നബിയെ നിങ്ങളുടെ ഇന്നത്തെ ഉപദേശം. അവിടെ ഞങ്ങളോട് പ്രത്യേകിച്ച് വല്ല വസിയത്തും ഉണ്ടെങ്കിൽ നിങ്ങൾ തരണം എന്ന് പറഞ്ഞപ്പോൾ നബിയെ തന്ന വസിയത്ത്, തറക്തുക്കും അദൽ ബൈളാഇ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലികുൻ. ഞാൻ നിങ്ങൾ ഒഴിവാക്കി പോകുന്നത് വെളുത്ത ഒരു വഴിയിലാണ്, ഇരുട്ടില്ലാത്ത, കാണാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത തെളിഞ്ഞ വഴിയിലാണ് ഞാൻ നിങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നത്. അത് രാവും പകലും ഒരുപോലെ തന്നെയാകുന്നു. നശിച്ചവനല്ലാതെ അതിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല. ശേഷം നബി ഞങ്ങൾ പറഞ്ഞു, എൻ്റെ ശേഷം
നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ ഒരുപാട് വീക്ഷണ വ്യത്യാസങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. അന്ന് ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ മിൻ ബഅദി, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക, ഖുലഫാ റാഷിദീകളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. അന്നു അലൈഹാ ബിൻ നവാജിദ്, അതിന് അണപ്പല്ല് കൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കുക എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് നൽകിയ ഉപദേശമാണ്, വസിയ്യത്താണ് എന്ന് ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ നബി തങ്ങൾ പഠിപ്പിക്കുന്ന ധാരാളം ഹദീസുകൾ സമാനമായി നമുക്ക് കാണാം. അതിലൊക്കെ പഠിപ്പിച്ചത് നബിയുടെ സുന്നത്തിനെ ജീവിതത്തിൽ പാലിക്കുക എന്ന് തന്നെയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ഇബാദാത്തുകൾ, നബിയുടെ മുആമലാത്തുകൾ, നബിയുടെ സ്വഭാവങ്ങൾ, നബിയുടെ മറ്റു നീക്കുപോക്കുകൾ, അതിലെല്ലാം നബിയെ മാതൃകയാക്കുക എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ടത്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, അസ്സുനൻ അസ്സുനൻ ഫഇന്ന സുനന ഖിവാമുദ്ദീൻ, നിങ്ങൾ സുന്നത്തിനെ ശ്രദ്ധിക്കണേ, സുന്നത്തിനെ ശ്രദ്ധിക്കണേ, കാരണം ദീനിന്റെ അടിസ്ഥാനം, ദീനിന്റെ തൂണ് എന്നത് സുന്നത്താണ് എന്നാണ്. ആ സുന്നത്താണ് ഒഴിവായാൽ ദീനാണ് തകർന്നു പോവുക എന്ന് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. അതേപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബിയുടെ ഓരോ ചെയ്തികളെയും അതേപടി പിൻപറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നബി നടന്ന പോലെ നടക്കുക, നബി ഇരുന്ന പോലെ ഇരിക്കുക, നബിയുടെ ഓരോ പ്രവർത്തികളെയും അപ്പടി പിൻപറ്റുന്നതിൽ അറിയപ്പെട്ട ആളായിരുന്നു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. ഇമാം സുഹൈരി റഹിമഹുല്ലാഹ് പറയുന്നു, കാന മൻ മളാ മിൻ ഉലമാഇന യഖൂൽ അൽ ഇഅ്തിസാമു ബിസ്സുന്നത്തി നജാത്തുൻ. ഇമാം സുഹൈരി പറയാണ്, കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ അവരൊക്കെ പറയുമായിരുന്നു, സുന്നത്ത് മുറുകെ പിടിക്കുക എന്നത് രക്ഷയാണ്, ഒരാൾ രക്ഷപ്പെടാനുള്ള വഴി നബിതങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കലാണ് എന്നാണ്. ധാരാളം ഫദ്ല് സുന്നത്തുകൾ മുറുകെ പിടിക്കുക വഴി ഉണ്ട് എന്ന് ധാരാളമായ ഹദീസുകൾ നമ്മെ അറിയിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് പടച്ച റബ്ബിലേക്കുള്ള സാമീപ്യം വർദ്ധിക്കുമ്പോൾ തന്നെയാണ്. നബിയുടെ സുന്നത്തിനെ എത്ര കണ്ടൊരാൾ ജീവിതത്തിൽ പാലിക്കുന്നുവോ അത്ര കണ്ട് അള്ളാഹുലേക്കുള്ള അടുപ്പം അയാൾക്ക് വർദ്ധിക്കും. അതേപോലെ ഇനി അമലാണെങ്കിലും ഫർളായ അമലിൽ പോരായ്മയുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സുന്നത്തായ അമൽ പര്യാപ്തമാണ് എന്ന് പറഞ്ഞല്ലോ. അവസാന കാലത്ത് നബി തങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവൻ ഒരു വലിയ പ്രതിഫലമുണ്ട് എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. നബി തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, പറയാണ്, നബി തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ വറാഇകും അയ്യാമസ് സബ്ർ, നിങ്ങൾക്ക് ശേഷം ഇനി വരാനുള്ളത് ക്ഷമയുടെ ദിവസങ്ങളാണ്. സ്വഹാബത്ത് നബി പറയാണ്, നിങ്ങൾക്ക് ഇനി ശേഷം വരാനുള്ളത് ക്ഷമയുടെ കാലമാണ്. ഒരുപാട് ഫിത്നകൾ, ഒരുപാട് ഫസാദുകൾ ദീനിൽ വന്ന് ഒരുപാട് പീഡനങ്ങൾക്ക് വിധേയമായി അതൊക്കെ ക്ഷമ കൈക്കൊള്ളേണ്ടുന്ന കാലമാണ് വരാനുള്ളത്. ആ കാലത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ കൂട്ടത്തിലെ 50 പേരുടെ പ്രതിഫലം കിട്ടുമെന്ന് നബി അന്ന് പറഞ്ഞു സ്വഹാബികളോട്. നിങ്ങളെ ശേഷം ഇനി വരാനുള്ളത് അയ്യാമു സ്വബർ, സ്വബറിന്റെ കാലഘട്ടം. നമ്മൾ ജീവിക്കുന്ന കാലം അതാണ്, അയ്യാമു സ്വബറാണ്. ദീന് മുഴുവൻ ഫിത്നയും ഫസാദുമായി മാറുകയാണ്. ദീനുപ്രകാരം ജീവിക്കാൻ കഴിയാത്ത, ദീനുപ്രകാരം ജീവിച്ചാൽ അയാൾ പരിഹാസ്യനായി മാറുന്ന, അയാൾ ഒന്നിനും പറ്റാത്തവനായി മാറുന്ന, പിന്തിരിപ്പനായി കണക്കാക്കുന്ന, അയാളൊക്കെ ഏതോ ഇക്കാലത്ത് ജീവിക്കാൻ പറ്റിയവനല്ല എന്ന രൂപത്തിൽ അയാളെ നിസ്സാരവൽക്കരിക്കുന്ന കാലം അയ്യാമു സ്വബർ, ക്ഷമയുടെ കാലഘട്ടം. നബി ഞങ്ങൾ പറയാ, അന്ന് ദീന് മുറുകെ പിടിച്ചുകൊണ്ട് ഒരാൾ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങളിൽ 50 ആൾ കിട്ടുന്ന കൂലി അന്ന് അയാൾക്ക് ലഭിക്കും. അപ്പോൾ സ്വഹാബികൾ ചോദിക്കുക, യാ നബി അല്ലാഹ്, അവ മിൻഹും, അന്നത്തെ ആളുകളിൽ 50 ആളെ കൂലിയാണോ? ഖാല അല്ല, ബൽ മിൻകും, നിങ്ങളെ കൂട്ടത്തെ 50 ആളെ കൂലി അവർക്ക് ലഭിക്കും. 50 സ്വഹാബിയക്ക് കിട്ടുന്ന കൂലി അവസാന കാലത്ത് ദീനുപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യനല്ല കൊടുക്കുമെന്നാണ് ഈ ഹദീസിൽ നബി തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കും. അപ്പൊ അതിന് മാത്രം ക്ഷമ ആവശ്യം ഉണ്ടാകും അർത്ഥം. നബി തങ്ങളുടെ കാലത്ത് ഇസ്ലാം സ്വീകരിച്ചപ്പെടുന്ന ആളുകൾക്ക് ശാരീരികമായ ഉപദ്രവമായി. എന്നാൽ ഒരു കാലം വരാനുണ്ടെന്ന അയ്യാമു സ്വബർ, സ്വബറിന്റെ കാലമാണ്. ദീനുപ്രകാരം ജീവിക്കാൻ കഴിയില്ല, അത് സമ്മതിക്കൂല. ആ നിലക്ക് ശക്തമായ പീഡനങ്ങൾ കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്ന കാലമുണ്ടാകും എന്നർത്ഥം. അപ്പൊ അവിടെയൊക്കെ സുന്നത്തുകളെ മുറുകെ പിടിക്കാനാണ് പഠിപ്പിച്ചത്. മാത്രവുമല്ല, മുൻഗാമികൾ ചില സുന്നത്തുകൾ ഒഴിവാക്കുമ്പോൾ വലിയ ഗൗരവത്തിലാണ് അതിനെ കാണുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് എന്ന് കാണാം. കാരണം ഫമൻ റഗിബ അൻ സുന്നത്തി
ഫലൈസ മിന്നി എന്ന ഹദീസിനെ അവർ അത്ര ഗൗരവമായി കണ്ടു. എന്റെ സുന്നത്തുകൾ എന്റെ സുന്നത്തുകൾ ഒഴിവാക്കുന്നുവെങ്കിൽ, താല്പര്യം കാണിക്കുന്നില്ല എങ്കിൽ അവൻ എന്നിൽ പെട്ടവനല്ല എന്ന ഹദീസിന്റെ പൊതുവായ അർത്ഥം പരിഗണിച്ചുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്. ഇമാം അഹ്മദ് പറയുമായിരുന്നു, മൻ തറക്കൽ വിത്ര ഫഹുവ റജുലുൻ സൂ. ഒരാൾ വിത്ര നിസ്കരിക്കുന്നില്ല എങ്കിൽ അയാൾ മോശപ്പെട്ട ആളാണെന്ന് കണക്കാക്കാം. വിത്ര ഇപ്പൊ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ആ വിത്ര അയാൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ അയാൾ മോശക്കാരായി കണക്കാക്കാം. ലാ യംബഗി അൻ തുഖ്ബല ലഹു ഷഹാദ. അവന്റെ ഷഹാദത്ത് സാക്ഷ്യം പോലും സ്വീകരിക്കാൻ പറ്റില്ല. അപ്പൊ അത്ര ഗൗരവത്തിൽ നബി തങ്ങൾ പഠിപ്പിച്ച സുന്നത്തുകളെ മുൻഗാമികൾ കണ്ടു എന്നർത്ഥം. അതിനാൽ സലഫി ദഅവത്തിന്റെ പ്രധാനപ്പെട്ട അസ്ലാണ് നബിയുടെ സുന്നത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുക, അത് ജീവിതത്തിൽ പാലിക്കുക, അത് പഠിക്കുക, അത് പഠിപ്പിക്കുക, അത് പ്രചരിപ്പിക്കുക എന്നത് സലഫി ദഅവത്തിന്റെ അസ്ലാണ്. നമ്മുടെ ഇക്കാലത്ത് പ്രത്യേകിച്ചും സുന്നത്തുകളെ പുച്ഛിക്കപ്പെടുമ്പോൾ, ഹദീസുകളെ പരിഹസിക്കപ്പെടുമ്പോൾ, ചവിട്ടി മരിച്ച് നബിതങ്ങളുടെ അധ്യാപനങ്ങളെ മുഴുവനും തള്ളിക്കളയാൻ ആളുകൾ മുന്നോട്ട് വരുമ്പോൾ അവിടെ ശക്തമായി ഇറങ്ങിക്കൊണ്ട് ആ സുന്നത്തിനെ സംരക്ഷിക്കാൻ, അത് പ്രചരിപ്പിക്കാൻ, അത് പഠിക്കാൻ, അത് പഠിപ്പിക്കാൻ പ്രത്യേകമായി താല്പര്യം കാണിക്കുക എന്നത് ഈ പറയപ്പെട്ട 50 സ്വഹാബികളുടെ കൂലി കിട്ടാൻ പോലും പര്യാപ്തമായ കാര്യമാണ്. അപ്പൊ നമുക്കെല്ലാം ആ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ 4-ാമത്തെ അസ്ല് തൗഹീദിന്റെ കാര്യം, അഖീദയുടെ കാര്യം. 5-ാമത്തെ അസ്ല് സുന്നത്തിന്റെ കാര്യം. സുന്നത്തിന് അങ്ങേയറ്റം ഗൗരവമായി അവർ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നു, അമൽ ചെയ്യുന്നു, അത് പഠിക്കുന്നു, അത് പഠിപ്പിക്കുന്നു, അത് പ്രചരിപ്പിക്കുന്നു. ഇത് സലഫികളുടെ പ്രത്യേകതയാണ് എന്നാണ്. 6-ാമത്തെ അസ്ല് അൽ അസ്ലു സാദിസ് അൽ ഇർതിബാത്തുൽ വസീഖു ബിഉലമാഇസ് സുന്നത്തി. സുന്നത്ത് പ്രകാരം ജീവിച്ച പണ്ഡിതന്മാർ, ഉമ്മത്തിലെ ആലിമീങ്ങൾ, അവരുമായി വലിയ ബന്ധം നിലർത്തുക, പണ്ഡിതന്മാരുമായി ബന്ധം നിലർത്തുക. അത് സലഫി അഖീദയുടെ, സലഫി ദഅവത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം പണ്ഡിതന്മാർക്ക് വലിയ സ്ഥാനമുണ്ട് ദീനിൽ. ദീനു പഠിച്ച ഉലമാഇന് വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ട് ആ പണ്ഡിതന്മാരെ കൂടെ കൂടുക, അവരുമായി ബന്ധം സ്ഥാപിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനർത്ഥം പണ്ഡിതന്മാർ അന്ധമായി അനുകരിക്കണം എന്നല്ല. ശൈഖ് റഹ്മത്തുള്ളാഹി എടുത്തു പറഞ്ഞു, പണ്ഡിതന്മാരെ അനുകരിക്കാൻ, അന്ധമായി അനുകരിക്കാൻ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ പണ്ഡിതന്മാരൊന്നും വേണ്ട, നമുക്കേനാണ് തീരുമാനിക്കാം എന്ന് പറഞ്ഞു പോകാനോ അതും പാടില്ല എന്നാണ്. ഫൽ ഇർതിബാതു ബിൽ ഉലമാ യഅനി അഖ്ദുൽ ഇൽമി അൻഹും വൽ ഇസ്തിഫാദ മിൻഹും ബിത്തൗജീഹി വൽ ഇർശാദി വനഹ്വി ദാലിക്. സുന്നത്തിന്റെ ഉലമാക്കൾ, ദീനുപ്രകാരം പഠിപ്പിക്കുന്ന ശരിയായ ഉലമാ ഉസ്സുന്ന, അവരുമായി വലിയ ബന്ധമുണ്ടാക്കൽ ആവശ്യമാണ്. അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക, അവരുടെ മാർഗനിർദ്ദേശങ്ങൾ ചോദിക്കുക, അതേപോലെ അവരിൽ നിന്ന് ദീന് സ്വീകരിക്കുക, അതൊക്കെ സലഫി ദഅവത്തിന്റെ ഒരു അടിസ്ഥാനമാണ്. അബ്ദുറഹ്മാൻ സഅദി റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, ഈ നാട്ടിൽ സൗദി അറേബ്യയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയാണ്, ഇവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല ശിർക്കിൽ നിന്ന്, ബിദ്അത്തിൽ നിന്ന് ഈ നാടിനെ രക്ഷപ്പെടുത്തി. അതിലേക്ക് എത്താവുന്ന എല്ലാ വഴികളും ഈ നാട്ടിൽ അല്ലാഹു തആല ഇല്ലാതാക്കി തന്നു. മാത്രവുമല്ല, ഈ ഉമ്മത്തിന് എന്നും നേതൃത്വം നൽകാവുന്ന പണ്ഡിതന്മാരെ അല്ലാഹു തആല
നൽകി എന്നത് ഒരു വലിയ ഫളലായി നിഅമത്തായി അദ്ദേഹം എടുത്തു പറയാണ്. ഇമാം അഹ്മദ് ഇമാമുസുന്ന എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇമാം അഹ്മദ് മുതൽ ഇങ്ങോട്ട് ആ വഴി സ്വീകരിച്ചു പോകുന്ന ധാരാളം പണ്ഡിതന്മാർ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ, മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ തുടങ്ങി പ്രത്യേകമായി ഈ രംഗത്ത് വലിയ പരിശ്രമങ്ങൾ നിർവഹിച്ച, സലഫി അഖീദയെ നിലനിർത്തിപ്പോരാൻ അങ്ങേയറ്റം ത്യാഗ പരിശ്രമങ്ങൾ നിർവഹിച്ച, ശിർക്കിനെതിരെ ബിദ്അത്തുകൾക്കെതിരെ അതിലേക്കുള്ള വസായിൽ എല്ലാ മാർഗങ്ങളെയും ഇല്ലാതാക്കുന്നതിലൊക്കെ വലിയ ത്യാഗം സഹിച്ച അത്തരം പണ്ഡിതന്മാർ ഒക്കെ അല്ലാഹു തആല നൽകി എന്നുള്ളത് വലിയ നിഅമത്തായി ഇമാം സഅദി റഹിമഹുല്ലാ എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് അത്തരം പണ്ഡിതന്മാരുമായി ബന്ധം നിലർത്തുക എന്നത് പ്രധാനം തന്നെയാണ്. ഫലൗ അന്നനാ ഇർതബത്നാ ബിഹാദിഹിൽ ഹൽഖത്തിൽ മുബാറക, ഈ ഒരു ചങ്ങല ഇമാം അഹ്മദ് അടക്കമുള്ള അവിടുന്ന് ഇങ്ങോട്ട് പോരുന്ന അഹ്ലുസുന്നയുടെ നേതാക്കന്മാർ അതിൽ നമ്മൾ ചേരുകയാണെങ്കിൽ, പരിപൂർണമായും നാം ആ ചങ്ങലയിൽ ചേർന്ന് നിൽക്കുകയാണ് എങ്കിൽ, വഖാല അല്ലാഹു അസ്സ വജല്ല അൽ വുഖൂഅ ഫിൽ ബിദ്അഇ വൽ ഇൻഹിറാഫി വറാഅ അത്തയ്യാറാത്തിൽ മുബ്തിലത്തിൽ മുദില്ലത്തിൽ അല്ലതി തർതദി സിയാബ സുന്ന, എല്ലാ ബിദ്അത്തിൽ നിന്ന്, എല്ലാ വ്യതിയാനങ്ങളിൽ നിന്ന് എല്ലാം നമുക്ക് രക്ഷപ്പെടാൻ ആ ഒരു ബന്ധം അത് നമുക്ക് ഉപയോഗമായി മാറുമെന്നാണ്. ഉലമാ ഉസ്സുന്നയെ ബഹുമാനിക്കുക, ആദരിക്കുക, അവരെ പഠിപ്പിച്ച അധ്യാപനം സ്വീകരിക്കുക, അതാണ് പ്രധാനം. വമാ ദഖല അലൈനാ ഹാദൻ നഖ്സു ഇല്ലാ യൗമ അൻ തറക്നാ ഹാദൽ മൻഹജ്, ആ മൻഹജ് എപ്പോൾ ഒഴിവാക്കിയോ അവിടെ നമ്മുടെ ദീനിൽ പോരായ്മകൾ വരും. ഇവരൊക്കെ തള്ളിക്കളഞ്ഞ് അവരൊന്നും സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ് അവരെ മൊത്തം തള്ളിക്കളഞ്ഞ് നമ്മൾ ഒറ്റയ്ക്ക് ഖുർആനും ഹദീസും എടുക്കാൻ തുടങ്ങിയ അവിടുന്ന് അങ്ങോട്ട് ഈ പോരായ്മകൾ നമ്മിൽ വന്നു തുടങ്ങും എന്നാണ് ഷെയ്ഖ് റഹിമഹുല്ലാഹ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ സലഫികളുടെ ഏറ്റവും വലിയ ഒരു അസുലായി പഠിപ്പിച്ചത് അവർ പണ്ഡിതന്മാരുമായി ബന്ധം സ്ഥാപിക്കുന്നു, പണ്ഡിതന്മാരുമായി ദീനിയായ കാര്യങ്ങളിൽ ഉപദേശങ്ങൾ ചോദിക്കാനും നിർദ്ദേശങ്ങൾ നേടാനുമൊക്കെ പ്രത്യേകമായ താല്പര്യം കാണിക്കുന്നുവെന്നാണ് സലഫി ദഅവത്തിന്റെ 6ാമത് ഒരു അസലായി പഠിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സൗകര്യം പോലെ പൂർത്തീകരിക്കാം. ഏതാണെങ്കിലും കേവലം ഒരു സലഫിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം സലഫി ആവുക ഇല്ല. ഇത്തരം അടിസ്ഥാനങ്ങളെ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിച്ച് അതുപ്രകാരം അമൽ ചെയ്ത് അത് സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമങ്ങളിൽ ഭാഗവാക്കാവലാണ് സലഫിയെ അല്ലാത്തതിന് വേർതിരിക്കുന്ന ഘടകം. ആ നിലക്കുള്ള ശരിയായ ദീനുപ്രകാരം ജീവിക്കാൻ അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീനാ ജമീഅ. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക.